ഹലോ ഗൈസ്, ജിസാൻ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് നമ്മളെ നാട്ടിലെ ഇപ്പൊ അടുത്തായിട്ട് പുതുതായിട്ട് വന്ന ബീച്ചായിട്ടുള്ള ചാലിയം ബീച്ചിലാണ്. ചാലിയം ബീച്ച് പഴയ ബീച്ചാണ്, പക്ഷെ അവിടുത്തെ നവീകരണങ്ങളും ഇപ്പൊ പുതിയതായിട്ട് വന്ന കുറച്ച് സെറ്റപ്പുകളുണ്ട്. അത് നിങ്ങളെ കാണിക്കാനാണ് ഇപ്പൊ നമ്മൾ വന്നത്. നല്ല മഴത്താണ് ഞങ്ങൾ വന്നത്. ഇല്ലാനോ മഴ ഉണ്ടാ? നല്ല രസമുള്ള ഒരു മഴ. അപ്പൊ നമ്മൾ കോട്ടൊക്കെ ഇങ്ങനെ അങ്ങനെയാണ് പോവാ. അവിടെ സ്പീഡ് ബോട്ടൊക്കെ അതാ പോണേ. ഇതാട്ടോ ചാലിയത്ത് കപ്പലൊക്കെ വരും, ചെറിയ ചെറിയ കപ്പൽ വരും. ആ കപ്പൽ ചാലാണ് നിങ്ങൾ ഈ കാണുന്നത്. അവിടെയാണ് ബീച്ച് കടലിൽ കിടക്കുന്നത്. അവിടെ നിന്ന് കപ്പൽ ചാൽ ഇങ്ങനെ വന്നുകാണ്ട് അവിടെയാണ് പോർട്ട് ഉള്ളത്. ഒരു ചെറിയൊരു മിനി പോർട്ടാണ് അവിടെ ഉള്ളത്. പിന്നെ നല്ല അല്ലേ, നല്ല മഴ. നല്ല മഴത്ത് ഇങ്ങനെ വരുമ്പോ കണ്ടോ നല്ല രസമുള്ള സ്ഥലങ്ങൾ ഇവിടെയൊക്കെ കണ്ടില്ലേ. ചാലിയം ബീച്ച് അടിപൊളിയാട്ടോ. ഇപ്പൊ പുതിയതായിട്ട് വന്ന ബീച്ചാണ് ചാലിയം ബീച്ച്. വളരെ അധികം മനോഹരമായിക്കാണ്. ഇതൊക്കെ ഓരോ ഷോപ്പുകളാട്ടോ. ഇവിടെയൊക്കെ ഓരോരോ റെസ്റ്റോറന്റ്, എന്താ ടൈപ്പ് ഓരോ കഫേ, അങ്ങനത്തെ ചായ കാര്യങ്ങൾ, സ്പോട്ട് എല്ലാം ഉണ്ട്. ഇവിടെ ടൂ വീലേഴ്സിന് മാത്രമേ ഇങ്ങനെ ഉള്ളിലേക്ക് അലോടുള്ളൂ. ടൂ വീലറുമ്പോൾ വന്നിക്കാണെങ്കിൽ ഇവിടെ അറ്റം വരാം. മറ്റേ 1 കിലോമീറ്റർ നിങ്ങൾ നടന്നിട്ട് വേണം വരാൻ. ഇതൊക്കെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതില്ല. കുറെ ഞങ്ങൾ ഇവിടെ വന്നുകൊണ്ട് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് പോയതാട്ടോ. അപ്പൊ അന്ന് പെരുന്നാളിന്റെ സമയമാണ്, കുറെ തിരക്കും ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മര്യാദക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. എടുക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാകുമ്പോൾ നമുക്ക് ശയ്യ എനിക്ക് അത് മര്യാദക്ക് എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ ഒന്നും കൂടി വന്നത്. മഴ ആയിട്ടും വേറെ പരിപാടിയൊന്നും ചെയ്യാത്തതുകൊണ്ട് നമ്മൾ എടുത്തതന്നല്ല, എപ്പോ വേണേൽ വരാമല്ലോ. ആ വിചാരിച്ചാണ് അന്ന് എടുക്കാതെ പിന്നെയും പോയത്. ആ അറ്റം വരെ ഇങ്ങനത്തെ ഷോപ്പുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ നല്ല രസമായിട്ട് ഇതൊക്കെ ഓപ്പൺ ആയിട്ടില്ല. എന്തോ ഓപ്പൺ ആകത്തുന്നുള്ളത് അറിയില്ല. ഓപ്പൺ ആവേക്കാറ് ഇപ്പൊ ഇങ്ങനത്തെ സൈഡിൽ, ബീച്ചിന്റെ സൈഡിലൊക്കെ കണ്ടില്ലേ, ഇങ്ങനത്തെ സൈഡിലുണ്ട് കടകളൊക്കെ. അപ്പൊ അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങണേ വാങ്ങാം. അങ്ങനെ നിങ്ങൾ വന്ന സ്റ്റോറൊക്കെ കിട്ടിയെന്ന് തോന്നുന്നുണ്ട് നമ്മൾ വന്നത്. അത് ഞങ്ങൾ ഇവിടുന്ന് കടക്കപ്പൊരി അങ്ങനത്തെ സാധനം ഐറ്റംസ് ഒക്കെ ഞങ്ങൾ ഇവിടുന്ന് വാങ്ങി. ബൈക്കുമ്പോൾ ചെക്കന്മാർ ഇവിടെ ചീറി പൊളിച്ചു വരുന്നുണ്ട്. നല്ല ആംബിയൻസ് ഒക്കെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇന്നാണ് രാവിലെ വരാൻ വിളിച്ചത്. രാവിലെ നല്ല മഴ. ഇന്നലെ ഞങ്ങള് കരുത്തുംപാറ പോയാണ്, 40 കിലോമീറ്റർ മഴ ഉണ്ടാകുമ്പോൾ പോവാൻ ഒരു സുഖമില്ലേ. അതുകൊണ്ട് ഒന്നും ഇതായിട്ടില്ല. അവിടുത്തെ ഫോട്ടോഷൂട്ട്, ഫാമിലീസിനായിട്ട് വേറെ നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമാട്ടത്. കണ്ട ഉപ്പിലിട്ടതും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, കടകളൊക്കെ. എങ്ങനെയുണ്ടാനോ മഴത്തുള്ള കരുവേ? രസാട്ടോ. മഴത്ത് ഇങ്ങനെ കോട്ടൊക്കെ ഇട്ട് ഇന്നലെ ഞങ്ങള് മഴ കൊള്ളണമെന്ന് അനു പറഞ്ഞിട്ട് ഞാൻ അവിടെ മഴ വരുവോളം കാത്തുന്ന കാര്യം. എത്തും പറയുടെ എപ്പോഴാ പോയിരുന്നത്. ഉച്ചക്ക് കഴിഞ്ഞ പരിപാടി ഞാൻ വൈകുന്നേരമായിട്ട് മഴ പെയ്യോ വെച്ച് നിന്ന് ലാസ്റ്റ് മഴ കിട്ടി. അത്ഭുതമായി പോയി. കാരണം ഇന്നലെ പോകുമ്പോ മഴന്റെ സൂചന ഒന്നും ഇല്ലേനി. പക്ഷെ തന്നപ്പോ പഠിച്ചോ വാരിക്കോരി തന്നായിരുന്നതിൽ കൊല്ല ഇടിയും വൈകിട്ട് ഞങ്ങൾ ബൈക്കിലേക്ക് കയറുന്നു. എങ്ങനെയൊക്കെ 60-70 കിലോമീറ്റർ വീട്ടിൽ എത്താണ്ടായിരുന്നു. എങ്ങനെയൊക്കെ എത്തിയത് ഞങ്ങൾ. ഇവിടെ ലൈറ്റ് ഓൺ ആക്കിട്ടപ്പോ നല്ല രസമാണ്. ബീച്ചൊക്കെ നല്ല അടിപൊളിയാണ്. കടല അടിച്ചു നിക്കട്ടോ ഇവിടെ. കണ്ടോ, ഇതൊക്കെയാണ് നമ്മക്ക് ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഒരിക്കലും എനിക്ക് സഹിച്ചു കൂടാൻ കഴിയാത്ത സാധനം. അന്ന് വരുമ്പോ ഈ ഓപ്പണിങ് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് വന്നിട്ടുണ്ട് പെരുന്നാക്ക്. അന്ന് ഓരോരുത്തർ അവിടെ ഇങ്ങനെ കാണിച്ചത് പാർക്ക് ഇതുണ്ടാക്കിയിട്ടുണ്ട്, എന്ത് ഗാർഡനിങ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെയൊക്കെ ഓരോ തള്ളാര് കുട്ടികളൊക്കെ നിർത്തിക്കാണ്ട് ഫോട്ടോ എടുക്കുക, അതാക്കുക. ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഇതിങ്ങനെ ഗവൺമെന്റ് ഇങ്ങനെ ഒരു സെറ്റപ്പ് നമുക്ക് തരുമ്പോ നമ്മൾ അതിനനുസരിച്ച് വേണം നമ്മളെ ബിഹേവ് ചെയ്യാൻ, പെരുമാറാൻ. നമ്മളാണ് അത് സംരക്ഷിക്കേണ്ട ആൾക്കാര്. എന്നാലേ എന്നും അതുപോലെ ഉണ്ടാവുള്ളൂ. പിന്നെ പ്ലാസ്റ്റിക്കിനൊക്കെ ഇവിടെ ഇടാൻ അതിൻ്റെതായിട്ടുള്ള സ്ഥലങ്ങൾ കൊടുത്തേക്കണേ. പക്ഷെ എന്നാലും ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ വലിച്ചെടുക്കും. ഇതൊക്കെ നമ്മള് കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. സ്കൂളിലായിക്കോട്ടെ, വേറെയുള്ള സ്ഥലങ്ങളിലായിക്കോട്ടെ ഒക്കെ നമ്മളത് പഠിപ്പിക്കണം. നമ്മളെ നാട് നമ്മൾ തന്നെ വേണം നല്ല രീതിയിൽ സംരക്ഷിക്കാനും. ഇങ്ങനത്തെ സ്ഥലങ്ങള് ഇന്റർനാഷണൽ ലെവലിലൊക്കെ ഗവൺമെന്റ് നമുക്ക് ഇതേപോലെ ചെയ്തു തരും. നമ്മൾ തന്നെയാണ് ഇതൊക്കെ കൊളാക്കുന്നത്. നീ എന്താ പറയാനുള്ളേ?
ഏ മഴ കേട്ടോ, അപാര മഴ. പിന്നെ ഇവിടെ ഇങ്ങനത്തെ ഇതുണ്ടോ, എക്സസൈസ് ഒക്കെ ചെയ്യാൻ, വ്യായാമം ചെയ്യാനുള്ള മെഷീൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കോഴിക്കോട് ബീച്ചിന്റെ ആ സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ കുറെ ഒക്കെ അവിടെ ക്യാബൊന്നും ഉപയോഗിക്കണം. ഇതൊക്കെ പറഞ്ഞാൽ ചെയ്യുന്നവര് നമ്മുടെ നാട്ടിൽ വളരെ അധികം കുറവാണ് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ. എന്നാലും കുട്ടികൾ ഇതേപോലെ എന്ത് അഭ്യാസമൊക്കെ കാണിക്കട്ടോ. കുട്ടികളായിട്ടൊക്കെ എന്തൊക്കെയാണ് ഇതൊക്കെ പുതുതായിട്ട് വന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ മോളായിട്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അറിയില്ല. അങ്ങനെ വന്നിട്ടുള്ളതാണ് കുട്ടികൾ. പിന്നെ കുറച്ച് കുട്ടികൾ അവിടെ ലാസ്റ്റ് ഫുട്ബോൾ കളിക്കുന്നുണ്ട്. ഇത് ചിലപ്പോ ഇവിടെ ഉള്ള കുട്ടികളാവാം, അല്ലെങ്കിൽ ട്രിപ്പ് വന്ന കുട്ടികളൊക്കെ ആവാം. പക്ഷെ അവിടെ നല്ല പാറ ഉണ്ടാവും, പാറ ഉള്ള സ്ഥലമാക്കുന്ന അവിടെ. കടൽ നല്ല അടിച്ച് കയറി കണ്ടിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക.